ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇരുന്ന് തള്ളുന്നതിന് കുറവൊന്നുമില്ല, എന്ന കാര്യത്തിനോടെടുക്കുമ്പോൾ ഒട്ടുമില്ല. ചെല്ല്, ഗേറ്റിനപ്പുറത്ത് പോയിരുന്ന് വീടി വലിക്കോ, ശരീരം ഒന്ന് കുളിർക്കട്ടെ. ഇവള് കൊള്ളാമല്ലോ, ഇവളെ സൂക്ഷിക്കണം. സുധീഷേ, നമുക്ക് ഇന്ന് പോയൊരു വക്കീലിനെ കണ്ടാലോ? ഇന്നോ? അതിന് ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ഇത്രയും നീട്ടിവെക്കാനൊന്നും. എന്നാൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരെ? എന്നാൽ ഞാൻ ഒരു അഡ്വക്കേറ്റിനെ വിളിക്കാം. വേണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. വിളിച്ചോ? ആ വിളിച്ച്. അന്ന് നമ്മൾ കണ്ട വക്കീലിനെ അല്ല, വേറെ വക്കീലിനെയാ. എല്ലാം അറേഞ്ച് ചെയ്തിട്ടാ പറയുന്നതല്ലേ? ഞാൻ ഫോണിൽ വിളിച്ചു, വൈകിട്ടത്തേന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരാം. ഏട്ടത്തി, സുധീഷ് ഏട്ടനുമായിട്ട് ഒരു രഹസ്യം ഒന്നുമില്ല. ഒരു മിനിറ്റ് പറയാടാ. സുഭാഷ് ഏട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരുന്നു മോളെ. എന്താ മോളെ, കാര്യം പറ. ഹരീഷ് എന്തിയെ? ഹരീഷെ, അവളെ നിധി വിളിക്കുന്നു, ഇങ്ങോട്ട് വന്നേ. ആ ദാ വരുന്നു. എന്താ ഏട്ടത്തി? ഇന്ന് ഞാനും സുധീഷും കൂടെ ഒരു വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. എന്താ കാര്യം? മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. കല്യാണം എങ്ങനെയാ നടന്നതെന്ന് എനിക്ക് സുധീഷിനും അറിയാം. പക്ഷേ രേഖയും ഭാര്യയും ഭർത്താവും ആയിപ്പോയില്ലയോ? ഇനി ആ കുരുക്കിൽ നിന്ന് എങ്ങനെയും പുറത്തു വരണം. ഇത് ലീഗലി ചെയ്താലോ? ഏട്ടത്തി, എന്താ ഹരീഷെ? ഒന്നുമില്ല മോളെ, ഇത് ഇപ്പം തന്നെ വേണോ? സുഭാഷ് ഏട്ടാ, ഇപ്പം തന്നെ വൈകി. ഞങ്ങളുടെ കല്യാണം എങ്ങനെയോ നടന്ന്, അത് ലീഗലി രജിസ്റ്റർ ആവുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. എത്രയും വേഗം അതിനകത്ത് നിന്ന് ഊരിപ്പോകാൻ നോക്കണം. എന്താ നികേഷേ, നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്? പെട്ടെന്ന് മാറിയതെന്താ? സുധീഷ് അപ്പം മനസ്സിൽ പറയുന്നു. അവനെന്താ പ്രശ്നം? ഡിവോഴ്സ് ആയാലും ഏട്ടത്തി ഇവിടുന്ന് പോകല്ലേ എന്നായിരിക്കും അവൻ്റെ സ്റ്റാൻഡ്. ഏട്ടത്തി ഇവിടുന്ന് പോകരുത്. എൻ്റെ ജീവിതം കട്ട പുകയാലും കുഴപ്പമില്ല. ഏട്ടത്തി ഇവിടുന്ന് പോകല്ലേ. ഞാൻ ഇവിടുന്ന് പോകാതിരിക്കണമെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണം. അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും. അത് വേണം മോളെ, അത് വേണം. ഞങ്ങൾ ഇന്ന് തന്നെ കാണാൻ പോ. സുധീഷെ, പോകാമല്ല? ആ പോകാം. സുധീഷെ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. അപ്പം തന്നെ സുധീഷ് നേരിട്ട് അവിടെ വന്നാൽ മതി. എന്നാൽ ശരി. ഒരു മിനിറ്റ്, ഞാൻ ലഞ്ച് എടുത്തോണ്ട് വരാം. ദാ എന്നാ. താങ്ക്സ് സുഭാഷ് ഏട്ടാ. സുധീഷ്, എന്തായി കേൾക്കുന്നത്? ഷോക്കായിപ്പോയി. ആദ്യ തവണ കേൾക്കുന്നത് കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് കൊണ്ട് ടെൻഷനില്ല. സുഭാഷ് ഏട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞതല്ലേ? പറഞ്ഞിരുന്നോ? എന്നാലും പക്ഷേ ഇത്ര പെട്ടെന്ന് വക്കീലിനെ കാണാൻ പോകുമെന്ന് കരുതിയില്ല. ഡിവോഴ്സ് വേണമെങ്കിൽ വക്കീലിനെ കണ്ടേ പറ്റൂ. ഡിവോഴ്സ് കിട്ടണമെങ്കിൽ വക്കീലില്ലാതെ പറ്റത്തില്ല. ഡിവോഴ്സ് കിട്ടണമെങ്കിൽ വക്കീലില്ലാതെ പറ്റാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ സുഭാഷ് ഏട്ടന്? സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനോട് ചൂടാവുന്നത്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് സുഭാഷ് ഏട്ടൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ സ്നേഹം അങ്ങ് ഒഴുകുകയല്ലയോ? എന്നോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കണക്കെടുക്കാൻ നീ നിൽക്കണ്ട. സുധീഷ്, നീ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിങ്ങളുടെ അനിയനല്ലേ ഞാനും. അവൾ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ട് എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ? ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി സുഭാഷ് ഏട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? പിരിഞ്ഞിരിക്കുമ്പോൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സ്കൂൾ കുട്ടികളാണോ? നിങ്ങളുടെ പ്രശ്നം വേറെയാണ്. അത് പരിഹരിക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുകയില്ല. സുധീഷ് ഏട്ടൻ വലയിട്ടല്ലേ? സുധീഷ് ഏട്ടൻ തന്നെ പ്രശ്നം പരിഹരിക്കണം. ഞാൻ തന്നെ പ്രശ്നം പരിഹരിക്കാം. നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട. എന്നെ കരുതി നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എടാ, നീയും നിധി ഒരുമിച്ച് താമസിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോഴും. പക്ഷേ നിധിയോട് അതെനിക്ക് പറയാനാകുന്നില്ല. ഞാൻ എന്ത് വേണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി, അത് വിട്. ഡിവോഴ്സ് അല്ലേ ചോദിച്ചത്? ഡിവോഴ്സ് കൊടുക്കാം. അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നല്ലേ? ഡിവോഴ്സ് കൊടുക്കാം. ഒന്നുണ്ട്, ഞാൻ വീണ്ടും പറയാം, കോമഡിയായി തോന്നും, പക്ഷെ ഞാൻ സീരിയസ് ആണ്. മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടാൻ 6 മാസം എടുക്കും. അവളെക്കൊണ്ട് അതിനുള്ളിൽ തിരിച്ച് ഞാൻ പറയിപ്പിക്കും. അവളെക്കൊണ്ട് തന്നെ അവിടെ ഭർത്താവാണെന്ന് ഞാൻ പറയിപ്പിക്കും. അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാനോ നുണ പറയാനോ ഒന്നും ഞാൻ പോകുന്നില്ല. അവൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കുക. അവൾ എന്നെ കാണുന്നത് പോലല്ല ഞാൻ അവളെ കാണുന്നതെന്ന് അവൾ മനസ്സിലാക്കും. എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. എൻ്റെ കാര്യം ഞാൻ തന്നെ നടത്തിയെടുക്കും. അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് വിഷമമുണ്ടടാ. ഏട്ടത്തിയുടെ കാര്യത്തിൽ സ്നേഹം സ്വന്തമാക്കി എടുക്കണമെന്ന് സുധീഷേട്ടന് വാശിയുണ്ട്. അത് നല്ലതാണ്. സത്യമുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കും. വാശിയുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്നെ കണിയുന്ന ഹരീഷിൻ്റെ വർഷമപ്പോൾ ഹരീഷും നീതു കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഇതുവരെ പഠിച്ചാൽ മതി. അവൻ +2 വരെ പോയതിന് പഠിപ്പ് നിർത്തിയതിനിപ്പം ഞാൻ എന്താ വേണം? നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി പഠിക്കുമെന്ന് ഞാനും പറഞ്ഞു. എന്നാൽ പോയി പഠിക്കാൻ അവരും പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. എനിക്ക് നീ ഇവിടെ ഒരു ജോലി താ. നിന്നെ എപ്പോഴും കാണുകയും ചെയ്യാം. നീ തരുന്ന ശമ്പളത്തിന് എനിക്ക് പഠിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്താ പറഞ്ഞത്? ബെസ്റ്റ്. ഞാൻ വന്നപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുക. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഒന്ന് ചിരിക്കുന്നത് പോലും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ചിരിക്കാറില്ലല്ലോ. അത് ശരിയാണ്. എന്തോ വലിയ ആലോചനയിലാണല്ലോ. എന്താ കാര്യം? ഒരു സുന്ദരിക്കുട്ടി വന്ന് സംസാരിച്ചിരിക്കുന്നതാണോ ആലോചിക്കുന്നത്? അതൊന്നും അല്ല, വീടിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. വീടിനെക്കുറിച്ച് എന്താ ആലോചിക്കാനാ? വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇപ്പം വന്നത്. എന്താ പറ? ഒന്നുമില്ല. ഞാൻ എല്ലാ കാര്യവും നിന്നോട് പറയും, പക്ഷെ നീ ഒന്നും പറയത്തില്ല. അത് സുധീഷേട്ടനെ കുറിച്ച് ആലോചിച്ചതാണ്. സുധീഷേട്ടനെ കുറിച്ച് എന്താ ആലോചിക്കാൻ? സുധീഷേട്ടൻ്റെ ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതിനെന്താ? സുധീഷേട്ടൻ ഭയങ്കര മാസല്ലയോ? ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് വന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ താമസിക്കുന്നു. ഇതിലും വലിയ മാസം എന്ത്? സന്തോഷിക്കാതെ വിഷമിക്കുകയാണോ ചെയ്യുന്നത്? ഒരുമിച്ച് ജീവിച്ചായിരുന്നെങ്കിൽ സന്തോഷിക്കാമായിരുന്നു. ഇതങ്ങനെയാണോ?
ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത്, ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ കല്യാണം കഴിച്ചത്. അവർ തമ്മിൽ സെറ്റാവുന്നില്ല, ആവാതിരിക്കാൻ കാരണമെന്ത്? അവരുടെ ലവ് മാരേജ് അല്ലയോ? സെറ്റാവാതിരിക്കാൻ എന്താ കാര്യം? നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പോകുന്ന വീടല്ലയോ? അവിടുത്തെ പ്രശ്നം ഞാനും കൂടെ അറിയണ്ടായോ? രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടിയാണ്. അത് സാരമില്ല, സ്നേഹമുള്ളവിടുത്തെ അടിയും വഴക്കും ഉണ്ടാവത്തുള്ളൂ. ഇപ്പം എന്ത് വേണമെന്നാ പറയുന്നത്? അവർ അടിയും വഴക്കും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കണം. ഒരു ഐഡിയ പറയട്ടെ, അടിയും വഴക്കും ഉണ്ടെങ്കിൽ ഏട്ടത്തിയുടെ വീട്ടിൽ പോകാൻ പറ. അപ്പം സുധീഷേട്ടൻ്റെ മിക്സിംഗ് ഡ്രാമയാകും. അല്ലെങ്കിൽ നിധിയേട്ടത്തിക്ക് പൊസസീവൻസ് ആവുന്ന പോലെ സുധീഷേട്ടനോട് ആരെങ്കിലും ട്യൂൺ ചെയ്യാൻ പറ. മതി, നിർത്തിക്കോ. ഞാനൊന്നും ചോദിച്ചില്ല, ടോപ്പിക്ക് വിട്ടോ. അവരായി അവരുടെ പാടായി. പിന്നെ വഴക്കുണ്ടായിട്ട് എന്തായി? ഭയങ്കര ഭൂകമ്പവും ചൊട്ടലും ചീറ്റലും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. തല്ലിയോ? തല്ലിയൊന്നുമില്ല. തല്ലിയാൽ ഞാൻ വിഷം കുടിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തല്ലിയില്ല. വീട്ടിൽ ആരെന്ത് പറഞ്ഞാലും നീ കേൾക്കത്തില്ലല്ലേ? വീട്ടിൽ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പക്ഷെ ഇതൊഴിച്ച് ബാക്കിയെല്ലാം കേൾക്കും. നിൻ്റെ അടുത്ത് മിണ്ടരുത്, സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കണം അല്ലേ? അങ്ങനെ എല്ലാവരോടും വഴക്കിടാൻ എനിക്ക് എന്ത് മണ്ണാങ്കട്ടയാണ് ഉള്ളത്? അത് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു കണക്കിന് തല്ല് കിട്ടുന്നതാണ് നല്ലത്. ചീത്തവിളി എന്ന് വെച്ചാൽ ഒരുമാതിരി ചീത്തവിളി. അമ്മയുടെയും അച്ഛൻ്റെയും ആങ്ങളയുടെയും. അഖിലേട്ടൻ വന്നിട്ടുണ്ട്. ആര്? നിൻ്റെ ചേട്ടന്? അതെ, ചോട്ടൻ. ചേട്ടൻ എവിടെയായിരുന്നു? കുറച്ച് നാളായി ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞ് പോയതായി. ഇപ്പോഴത് കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീതുവിൻ്റെ ചേട്ടൻ അതുവഴി വരുമ്പോൾ കാണുന്നുണ്ട്. എന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ വീടാണ്. ആ ചേട്ടൻ വന്ന് കസാര എടുത്ത് എറിയുന്നു. നിനക്കെന്താടാ പ്രാന്ത് പിടിച്ചോ? എന്തിനാ ഈ കസാര തല്ലിപ്പൊട്ടിക്കുന്നത്? ഇതിൻ്റെ കാലൊടിഞ്ഞാൽ നീ മേടിച്ചു തരും. അമ്മയുടെ ഭർത്താവിന് സെക്യൂരിറ്റി പണിയല്ലയോ? ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. രാവിലെ ഓട്ടം പോയിട്ട് കിടന്ന് ഉറങ്ങുവാടാ. ഉറങ്ങട്ടെ, മതിവരുവോളം ഉറങ്ങട്ടെ. നിങ്ങളുടെ മോളെന്തിയെ? നീ എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? നിങ്ങൾ തിന്നും കിടന്ന് ഉറങ്ങിക്കോ. എടാ നിർത്തടാ. അങ്ങാര് തിന്നും ഉറങ്ങിയും കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങാര് അധ്വാനിച്ചു കൊണ്ടുവരുന്നേ, അല്ലാതെ നീ കൊണ്ടുവരുന്നേ അല്ല. ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് സ്വൈര്യ സമാധാനം കൊടുക്കും. നീ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോറെടുക്കാം, നീ ഇത് കഴിക്ക്. എടാ, നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേണ്ട, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. ഓ, എന്നെക്കുറിച്ച് കണക്കെടുപ്പ് തുടങ്ങിയല്ലോ. നിങ്ങളുടെ മകള് തെണ്ടിത്തിരിഞ്ഞു കിടക്കുമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലയോ? എടാ, ഞങ്ങൾ പറയാത്തത് കൊണ്ടാണോ? ഞങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കണ്ടായോ എന്ന് കരുതി അങ്ങനെ വിട്ടേക്കാമെന്ന് വിചാരിച്ചോ? 4 എണ്ണം പൊട്ടിച്ച ആരായാലും പറഞ്ഞാൽ കേൾക്കും. അപ്പോഴത്തേനും നീത് വരുന്നു. നിക്കടി അവിടെ. നീ ആ വർക്ക്ഷോപ്പിൽ എന്താ കാര്യം? ആ ചെറുക്കനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടല്ലോ. ഹരീഷ് അഖിലേട്ടനെക്കാട്ടിലും ഭേദമുണ്ട്. കേട്ടില്ലേ അമ്മേ അവൾ പറഞ്ഞത്? എടി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു കൂസലുമില്ലേ? അതോ ഇനി പ്രേമമാണോ? അതെ, പ്രേമമാണ്. ഞങ്ങളെ പ്രേമിച്ച് നാണം കെടുത്താനാണോ ഞങ്ങളെ പാതാളത്തിൽ കിടക്കുന്നത്? നീ അപ്പം അതിലും പാതാളത്തിലുള്ളവരത്തിനെ കെട്ടാനാണോ ഭാവം? ക്യാഷ് ഉള്ളവനെ നോക്കി നിനക്ക് പ്രേമിച്ചൂടെ? അപ്പം ഞാൻ പ്രേമിക്കുന്നതല്ല പ്രശ്നം. അപ്പം ഹരീഷിനെ പ്രേമിച്ചതാ കുഴപ്പം. നിർത്തിക്കോ. അത് തന്നെയാണ് പ്രശ്നം. 5 ആണുങ്ങൾ ആ വീട്ടിലുണ്ട്. നാട്ടുകാരെങ്കിലും അവരെ മാനിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? ഇതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഴുതയ്ക്ക് മനസ്സിലാവണ്ടേ? അവനെ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്ക് നാണമില്ലയോ? ആരെങ്കിലും പ്രേമിക്കുമോ? ഈ ചോദ്യം അഖിലേട്ടനെ പ്രേമിക്കാൻ വരുന്ന പെൺകുട്ടിയോട് ചോദിക്കണം. ഇന്നത്തോടെ എല്ലാം നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്റെ അടിച്ച് പല്ല് പൊഴിക്കാം. എന്നാ ഒന്ന് കാണട്ടെ. നീതുവിനെ അടിക്കുന്നു, നീതു തിരിച്ചു അടിക്കുന്നു. ഇടി നിർത്തടി. കൂടെ പിറന്ന ആൺപറപ്പിനെ തല്ലുന്നത് കൂടെ പിറന്ന പെൺപറപ്പിനെ തല്ലാമല്ലയോ? ഹരീഷിനെ എനിക്കിഷ്ടമാണ്. കുറേ കാലത്തിന് ശേഷമാണ് അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇഷ്ടം ആരെങ്കിലും മുടക്കാൻ നോക്കിയാൽ? എടി, നീ അവനെ കല്യാണം കഴിക്കാനാണോ നോക്കുന്നത്? ഇതാ സംശയം. പ്രേമിച്ച ആളിനെ കെട്ടാൻ തന്നെയാണ് ഉദ്ദേശം. എന്നാൽ ഞങ്ങൾക്ക് അതൊന്ന് കാണണമല്ലോ. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവളോട് നല്ല പെടപെടയ്ക്കുക ചെയ്യേണ്ടത്. വാടി ഇങ്ങോട്ട്. ഇതുകൊണ്ട് അച്ഛൻ പറയുന്നു, ഇവിടെ കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പോകുന്നു. എടി, പഠിക്കാൻ നടന്നെങ്കിൽ പഠിക്കാൻ നടക്കണം, അല്ല പ്രേമിക്കാൻ നടന്നാൽ ഞാൻ വെട്ടും. ഇതുകൊണ്ട് ചേട്ടനും കൂട്ടുകാരും കൂടെ ഹരീഷിൻ്റെ വീട്ടിൽ വരുന്നു. അച്ഛനെ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കാരണം വരെ ഈ വീട്ടിൽ ആളില്ലയോ? ഈ ഉമ്മറത്ത് പുട്ടുകുറ്റി പോലെ ഇരിക്കുന്ന എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലയോ? ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.